സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. 25-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം നമ്പർ 25. 25-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കൂ. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിനദേശത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. 22 വാക്യം ചേർന്ന് വായിക്കാം. നിഷ്കളങ്കെ നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്താം. നാം വായിച്ചത്, നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് പോൽക്കാലം എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ഞാൻ മറ്റൊന്നിലുമല്ല എൻ്റെ പ്രത്യാശ ഇരിക്കുന്നത്, മറ്റൊന്നിലുമല്ല എൻ്റെ ധൈര്യം ഇരിക്കുന്നത്. എൻ്റെ പ്രത്യാശ അങ്കിലാണ് കർത്താവേ. മൈ ഹോപ്പ് ഈസ് ഇൻ യു ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലപ്പാ, നിഷ്കളങ്കയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ വഴികളിൽ ഹല്ലേലൂയ. ഓ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലോ, ഓ, എൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവേ, നിഷ്കളങ്ക വഴികളിൽ നടന്ന് നേര് പ്രവർത്തിക്കുന്നത് ഹല്ലേലൂയ. ഓ, നിങ്ങൾ ആശ്രയം വെക്കുക. അതിന് ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. വൽക്കാലം നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, നമ്മുടെ ധൈര്യം വർദ്ധിക്കട്ടെ, നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശ വർദ്ധിക്കട്ടെ, നമ്മുടെ ധൈര്യം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ച് നമുക്ക് മുന്നേറുവാനിടയായി തീരട്ടെ. ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ്. സകല വിഷയത്തിനകത്തുനിന്ന് അവനെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. ദൈവ ഉദ്ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവഹിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവ ഇഷ്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നു വരുമ്പോൾ, ദൈവഹിതത്തിലേക്ക് ഇസ്രായേൽ കടന്നു വരുമ്പോൾ ദൈവം അവനെ വീണ്ടെടുക്കുവാനിടയായി തീരും. ദൈവ ഇഷ്ടത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ദൈവഹിതത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് അടുത്തു വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവവാദത്തിന് മുമ്പാകെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ, ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഹല്ലേലൂയ നമ്മളെ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ യുദ്ധത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആ ദൈവം മതിയായ ദൈവമാണ്. ഏത് ഭാരങ്ങളുടെ നടുവിലോ ഹല്ലേലൂയ നാം താഴ്ത്തി കൊടുക്കുമ്പോൾ, ദൈവോദ്ദേശത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, വിഷയങ്ങളുടെ നടുവിൽ ആ കർത്താവിൻ്റെ ഹല്ലേലൂയ കരുതൽ വീണ്ടും അനുഭവിച്ചറിയാനിടയായി തീരൂ. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവേ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ, കർത്താവേ സ്തോത്രം അർപ്പിപ്പാൻ ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയും കൂടെ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ ജീവിതത്തിൽ കർത്താവേ ഞങ്ങളെ ഞങ്ങളുടെ പോയ വഴികളിൽ, ഞങ്ങളുടെ ജോലി മേഖലയിലൊക്കെ കർത്താവിൻ്റെ കൃപ അനുഭവിച്ചറിയാനിടയാക്കി അങ്ങ് ഞങ്ങളെ നടത്തിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. വീണ്ടും കർത്താവേ നിങ്ങൾ തന്നെ പ്രത്യാശ വെച്ചുകൊണ്ട്, മറ്റൊന്നിലുമല്ല കർത്താവേ, നിങ്ങൾ തന്നെ ആശ്രയം വെച്ചുകൊണ്ട്, ഞങ്ങളുടെ പ്രത്യാശ കർത്താവേ അങ്ങിൽ തന്നെ ഓരോ ദിവസവും കർത്താവേ ചാരിക്കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തിരുനാമത്വത്തിനാക്കി വീണ്ടും ഇവിടെ ഞങ്ങളെ തീർക്കണമേ കർത്താവേ. ഇവിടെ നടക്കുന്ന എല്ലാ സുശീലും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുകൃപകളെ ഞങ്ങൾ വഹിച്ചാട്ട് തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന യാചന എവിടുന്ന് കേട്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാമല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രകാരം നമുക്ക് ദൈവപാദത്തിൽ കടന്നു വന്ന് ദൈവം ചെയ്ത നന്മകളെ, ദൈവം ചെയ്ത കരുകളെ ദിവസത്തിൽ ഓർക്കുവാനും കർത്താവിന് നന്ദി അർപ്പിക്കുവാനുമായി ദിവസത്തിൽ കടന്നു വരുവാനും കർത്താവ് കൃപ ചെയ്തുവല്ലോ. ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യ കൃപയും നമ്മുടെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി. രോഗികളായിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് ദൈവപാഠത്തിൽ കടന്നു വരാനിടയായി. പിന്നീട് പ്രയാസങ്ങൾ കൂടെ ശരീരമായിട്ടൊക്കെ പ്രയാസപ്പെട്ടെങ്കിലും കർത്താവ് ഉടലോടെ സൗഖ്യത്തോടെ കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ രോഗികളായി ഭാരപ്പെട്ടു എങ്കിലും കർത്താവ് എല്ലാവർക്കും ആശ്വാസങ്ങളെ കർത്താവ് കൊടുത്തുവല്ലോ. വീണ്ടും കർത്താവിൻ്റെ ദയയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ കരത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. വിഷയങ്ങളുടെ നടുവിൽ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. ഇന്നലെ ഹല്ലേലൂയ സന്ധ്യാസമയം നടന്ന കർത്താവിനദാസൻ്റെ വിശ്വാസ ഓർഡിനറി സർവീസിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. വീണ്ടും കർത്താവിനദാസനെ വീണ്ടും കർത്താവ് നടത്തട്ടെ, കൃപയിൽ മറയ്ക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ സങ്കീർത്തനം വായിച്ച് മുന്നോട്ട് ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഒടുവിലായിട്ട് നമുക്ക് വിപിയുടെ മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും ഒക്കെയും അതിനുവേണ്ടി വെൽ പ്രിപ്പയർഡായി കടന്നു വന്ന് വിശ്വസിക്കുന്നു. ഒടുവിലായിട്ട് നമുക്ക് അശുശ്രൂഷയിലും ഭാവാക്കളാകും കർത്താവ് ഇടയാക്കട്ടെ. വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം. 25 സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വചനങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ചില ഭാഗങ്ങൾ കൂടെ മാത്രം ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 25 സങ്കീർത്തനം നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനം. അതിൻ്റെ 25 പ്രാരംഭ വാക്യങ്ങൾ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാം വാക്യം ഒന്ന് വായിക്കാം. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം അവിടെ തലക്കെട്ടിലുണ്ട്. പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ പറയുന്നത്, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. നമ്മളിവിടെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാദപീഠത്തിൽ കടന്നു വന്ന ദൈവം ചെയ്ത നന്മകൾക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ തന്നെ നാം വ്യക്തിപരമായി നാം ആയിരുന്ന സാഹചര്യങ്ങളിൽ നമുക്കറിയാം, പല ജോലി തിരക്കുകൾ, പല ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ മുമ്പാകെ ഉണ്ട്. എന്നാൽ നമ്മളായിരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടിയായിരുന്നോ എന്ന് നാം ഒന്നും കൂടെ സ്വയം പരിശോധന ചെയ്യട്ടെ. ഇവിടെ ദാവീദ് പറയുന്ന, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന്
നമ്മുടെ വിഷയങ്ങളെ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിഷയങ്ങളുമായിട്ട് ഏത് ഭാരങ്ങളുമാകാം, ഏത് രോഗങ്ങളുടെ വിഷയങ്ങളുമാകാം, എന്നാൽ ദൈവസന്നിധിയിൽ ആ വിഷയങ്ങളെ പരമേൽപ്പിക്കുക കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഹല്ലേലൂയ പിന്നെ ആ വിഷയത്തെ ഓർത്ത് ഹല്ലേലൂയ ആ ഭാരപ്പെട്ട് മുന്നോട്ട് പോകുവാനല്ല, ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ വിഷയത്തെ കൊടുത്തിരിക്കുകയാണ്. ഞാനിനി വ്യാകുലത വഹിച്ചുകൊണ്ട്, ഞാനിനി വെയിറ്റ് വഹിച്ചുകൊണ്ട് പോകേണ്ട ആളല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തെ ഞാൻ കൊടുത്തിരിക്കുകയാണെന്ന് ഇന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾ തന്നെ ഓരോ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പല വിഷയങ്ങളെ പിന്നെ നാം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ആ ഭാരങ്ങളെ ചുമട് ഇറക്കി വെക്കാനാ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ഒരു ചുമട് ഒരു വ്യക്തി ഇപ്രകാരം ഒരു വിഷയം ഉണ്ടായിട്ടോ, ഒരു വ്യക്തി പിന്നെ അദ്ദേഹത്തോട് ചേർന്ന് അതല്ലെങ്കിൽ അതേ ഒരു വലിയ ഒരു വലിയ പാണ്ടക്കെട്ടുമായിട്ടൊരു വലിയ ഹെവി വെയിറ്റുമായി അദ്ദേഹം ഒരു മല കയറുകയാണ്. എന്നാൽ അദ്ദേഹത്തിനോട് ചേർന്ന് ഈ പാണ്ടം അല്ലെ ഈ വെയിറ്റ് ഇറക്കി വെക്കുവാനായിട്ട് അദ്ദേഹത്തിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു കുതിരയുണ്ട്. എന്നാൽ അത് എന്ത് ചെയ്തു, കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കുതിരയുടെ പുറത്തു നിന്ന് ആ വെയിറ്റ് എടുത്തിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പുറത്ത് വെച്ച് അദ്ദേഹം നടക്കുകയാണ്. എനിക്ക് ഭാരമുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു ദൈവത്തിൽ കടന്നു വരുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആ വിഷയത്തെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നിശ്ചയമായിട്ട് പിന്നെ ആ ഭാരത്തെ ഓർത്ത് പിന്നെയും നടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അത് ഇറക്കി വെച്ച് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നവരായി തീരേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് മറന്നു പോകരുത്. പിന്നെ കരികല്ല് വഹിച്ചുകൊണ്ട് നടക്കാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ല. ആ ഭാരത്തെ ഇറക്കി വെച്ച് എൻ്റെ കർത്താവ് എൻ്റെ വിഷയം ഏറ്റിട്ടുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഇരിക്കുന്നത്. ഇനി ഞാൻ ആകുലനാകുന്നില്ല. ഹല്ലേലൂയ. ഞാൻ വിചാരപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മുഴം നീക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എൻ്റെ വിഷയത്തെ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ആ പൂർണ്ണ വിശ്വാസം നമ്മളിൽ കൂടെ ഉടലെടുക്കണം. അത് നമ്മളിൽ കൂടെ വെളിപ്പെടേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുന്ന, യഹോവേ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എന്താ വരുന്നത്? ഒരു എക്സ്പ്രഷൻ അവിടെ വെളിപ്പെടുകയാണിത്. ദ എക്സ്പ്രഷൻ ഓഫ് ടോട്ടൽ ഡിപ്പെൻഡൻസ്. ഹല്ലേലൂയ. എന്താ വെളിപ്പെടുന്നത്? ദ എക്സ്പ്രഷൻ ഓഫ് ടോട്ടൽ ഡിപ്പെൻഡൻസ്. എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുകയല്ല, ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ പിതാവാണ്, അവൻ എന്നെ നടത്തുന്ന പിതാവാണ്. അവനറിയാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. അവൻ എൻ്റെ സകലതും അറിയുന്ന നല്ല പിതാവാണെന്ന് നാം വിശ്വസിക്കണം. നമ്മളെ നടത്തുന്ന നല്ല ഒരു പിതാവാണ്. എൻ്റെ വിഷയത്തിനകത്ത്, എൻ്റെ ഭവനത്തിൻ്റെ വിഷയത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആ പിതാവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നടത്തുന്നു, നാളെയും നടത്തുമെന്ന്. ഇന്ന് നടത്തിക്കൊണ്ട് കഴിഞ്ഞോ? ഇന്നലകളിൽ നടത്തിക്കൊണ്ട് കഴിഞ്ഞോ? ഇന്നലകളിൽ ദൈവകരുതൽ, ദൈവികമായ വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞോ? ഇന്നലകളിൽ സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഈ നിമിഷവും എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. നാളത്തെ എൻ്റെ അവസ്ഥകളിലും ആ ദൈവത്തിൻ്റെ കരുതൽ ഞാൻ അനുഭവിച്ചറിയുവാൻ, ആ പിതാവിൻ്റെ നടത്തിപ്പ് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായി തീരും. Hallelujah. That's why, hallelujah, I am honoring his name. That's why I know him. Hallelujah. എനിക്കറിയാം അവൻ എന്നെ നടത്തുവാൻ, എന്നെ കരുതുവാൻ നല്ല പിതാവ് എന്നോട് കൂടെയുണ്ട്. അങ്ങനുണ്ടോ? കൂടെ ഉണ്ടോ? സന്തോഷമുണ്ടോ? നല്ല പിതാവ് എന്നെ നടത്തുമെന്ന് വിശ്വാസമുണ്ടോ? How many of you are happy that my Lord, my Father will help us in the time of troubles, in the time of pain? My Lord will surely give me the hand and I will walk with him. Amen. അങ്ങനെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയണം. അല്ല ഇവിടെ വന്ന് 100 കിലോ 1 കിലോ വെയിറ്റുമായിട്ട് ഇവിടെ വന്നിട്ട് 100 കിലോ ആയിട്ട് ഇറങ്ങിപ്പോകാനാണോ? അല്ല. ഇവിടെ വന്ന് എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എടുക്കുക. അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. വെച്ചുകൊള്ളുക.
വെച്ചത് പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകരുത്. അവൻ എന്നെ പുലർത്തുവാൻ, അവൻ എന്നെ നടത്തുവാൻ, എൻ്റെ അവസ്ഥകളുടെ മീതെ കരുതുവാൻ, എൻ്റെ ഒന്നുമില്ലായ്മയ്ക്കകത്ത് എന്നെ ഡയറക്റ്റ് ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ വിഷയത്തിനകത്തുനിന്ന് ഹല്ലേലൂയ അത് ഉയർന്നു വരട്ടെ. അതിനോട് ചേർന്ന് ഒത്തിരി വചനങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ, ദൈവത്തിലുള്ള ആശ്രയം ഞാൻ ഹല്ലേലൂയ മറ്റൊന്നിലുമല്ല, എൻ്റെ ദൈവത്തിൽ തന്നെ ഞാൻ കൊടുക്കുമ്പോൾ, അല്ല ദൈവത്തിൽ തന്നെ ഞാൻ കേന്ദ്രീകരിക്കുമ്പോൾ, അവിടെ ചില കാര്യങ്ങളുണ്ട്. 3 കാണാൻ സാധിക്കും. എന്താണ്? നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. എല്ലാവരും ലജ്ജിച്ചു പോവുകയില്ലെന്ന് അവിടെ പറയുകയല്ല, ഇവിടെ വിശേഷണമുണ്ട്. ആരാ? എല്ലാവരുടെയും കാര്യം നമുക്കറിയത്തില്ല. ഇവിടെ സമൂല കാറ്റഗറി എടുത്തിട്ട് ഇവിടെ പറയുകയല്ല. സമൂല എങ്ങനെയും പോയിട്ട് എങ്ങനെ നടന്നിട്ട് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, എന്താ? നിന്നെ കാത്തിരിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ദൈവജനം പറയുന്നത്, മറ്റേത് വിഷയത്തിനകത്തും ദൈവമുഖത്തേക്ക് നോക്കി, ഈ കാത്തിരിപ്പിൻ്റെ ഒത്തിരി ഹല്ലേലൂയ ഒത്തിരി വിവേചനമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ചുമ്മാ നമ്മളൊരു പുസ്തകം പറഞ്ഞ് കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തിപരമായ ബന്ധം. ഏത് വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഏതിനു വേണ്ടി കാത്തിരിക്കുന്നു? നമുക്കറിയാം, ഒരു യാത്രയ്ക്ക് വേണ്ടി നാം ഒരുങ്ങി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ അവിടെ ചെന്നിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ ബസ് വരുമ്പോൾ എനിക്ക് ഇന്ന നിശ്ചിത സ്ഥലത്ത് എനിക്ക് സൗഖ്യത്തോടെ എത്തിച്ചേർന്ന വളരെ ഹൃദയ തിടുക്കത്തോടെ വാഞ്ചോടെ ഇരിക്കുന്നു അല്ലേ? അവിടെ നിന്ന് ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? If you go to the bus stand or railway station and the time you have a half an hour there, so you started to sleep there, what will happen? You are going to miss the bus. You are going to miss and sleep there. You have to pray every day and wait upon the Lord. Then surely God will, hallelujah, one day He will going to, hallelujah, establish the thing in your life. Hallelujah. Can you all children not shout hallelujah to the Lord? Hallelujah. Hallelujah. Don't be afraid. Hallelujah. God will bless you. Praise God. Hallelujah. അപ്പൊ കാത്തിരിക്കാൻ പോയിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്ന് ഉറങ്ങുക. ചൂടെല്ലാം തീർന്നു, പ്രാർത്ഥനയുടെ ചൂടും കഴിഞ്ഞു. അതിനി നടക്കാൻ പോകുന്നില്ലെന്നേ. എല്ലാ ചൂടും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഉറങ്ങിയ കാര്യം നടക്കുമോ? വണ്ടിയുടെ പാട്ടിന് പോവും. ദൈവസന്നിധിയിൽ കാത്തിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ഏകാഗ്രതയോടുകൂടി കാത്തിരിക്കണം. ഏകാഗ്രത വേണം. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ദൈവദിനം പറയുമ്പോഴത്തേക്ക് പറഞ്ഞതാണ്, ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന പല വിഷയങ്ങൾ. ദൈവസന്നിധി കാത്തിരിക്കുമ്പോൾ അപ്പോൾ ഇല്ലാത്ത പല കാര്യങ്ങളും മുമ്പിൽ വരുമെന്ന്. അതുവരെ ടേസ്റ്റ് ഇല്ലാത്ത കാപ്പിക്ക് രുചി കൂടുമെന്ന്. അപ്പോൾ ഒരു കാപ്പി കുടിക്കാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു കാപ്പി എടുത്താട്ടെ എന്ന് പറയും. അതുവരെ കാപ്പി കുടിക്കണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ആ ബ്രൂ കോഫി എന്നൊരു കാപ്പി എടുത്തേ. അപ്പോൾ പൊടി കലക്കി. അപ്പം പിശാചിന് മനസ്സിലായി ഇവനീ കാപ്പി കൊണ്ട് തീർന്നു. അന്നത്തെ ആ ബ്രൂ കോഫിയും കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. അല്ലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വേറൊരാടെ ഫോൺ കോള്, ഇന്നെടുത്തോട്ടൊന്ന് വരാമോ? തീർന്നു, അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു അല്ലേ? അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥിക്കാനൊക്കെ ചിന്തിച്ചതാ. ഇതൊക്കെ നടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ചിന്തിച്ചതാ. ദൈവത്തോട് പറഞ്ഞ ഞാൻ 1 മണിക്കൂർ ഇപ്പം ഇരുന്നേക്കാം. അതല്ല കാത്തിരിപ്പെന്ന് പറയുന്നത്. ആ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് മറ്റെല്ലാ വാതിലുകളോടും നോ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതാ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തത. ബാക്കി എല്ലാ ഡോറുകളും ഓപ്പൺ ആക്കി ഇട്ടിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധി എങ്ങനെയാണ്
നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവസന്നിധിയിലിരിക്കുന്നതിന്, ദൈവം അന്വേഷിക്കുന്നതിന് തടസ്സമായിരിക്കുന്നതിനെയൊക്കെ നാം മാറ്റണം. എന്തുവാ തടസ്സമായിരിക്കുന്നത്? അതെല്ലാം മാറ്റിവെച്ചിട്ട് അപ്പാ നിങ്കലുള്ള ഭക്തിയോടെ, നിങ്കലുള്ള ആശ്രയത്തോടെ എന്നെ നടത്തുവാൻ മതിയായ ദൈവമാണ്. എൻ്റെ സകല വിഷയങ്ങളുടെ മേലും ഡയറക്റ്റ് ചെയ്യുവാൻ നിന്നെ കൊണ്ടേ സാധ്യമാകുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ബലം കൊണ്ട് സാധ്യമല്ലപ്പാ. നിൻ്റെ കരുതൽ എൻ്റെ ജീവിതത്തിൽ അയക്കണമേ, നിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ അയക്കണമേ എന്ന് ദൈവത്തോട് നാം ഹല്ലേലൂയ യാചിക്കുന്നെങ്കിൽ നിശ്ചയമായി ആ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീരും. ഏകാഗ്രതയോടെയുള്ള ആശ്രയം, ഏകാഗ്രതയോടെ ദൈവമുഖം അന്വേഷിക്കുന്നവരായി നാം തീരുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. ഇനി അവിടെ കാണാൻ സാധിക്കുന്ന എന്താണ്? അതിനോട് ചേർന്ന് കാത്തിരിക്കുന്നവന് ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല. യഹോവേ 4 പറയാണ്, യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ. ഇവിടെ ഒരു കാര്യമുണ്ട്. കാത്തിരിക്കുമ്പോൾ ദൈവത്തോട് നാം വിഷയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തറിയണമെന്നത് ആവശ്യമാണ്? ദൈവത്തിൻ്റെ വഴികളെ അറിയണം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നാം അറിയുന്നവരായിരിക്കണം. പഴയ നിയമത്തിൽ ദൈവജനത്തെ നടത്തുവാൻ, ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി നടത്തുവാൻ നിയോഗിച്ച വ്യക്തിയായിരുന്നു, ലീഡറായിരുന്നു ആര്? മോസസ്. We can see what he asked to the God. നമുക്ക് എടുക്കാം പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 13 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33. ആ ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് എന്താണ്? മോശ പറയാണ്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ആഹാ, ഇത്രയും വലിയ ജനത്തെ, വലിയ സമൂഹത്തെ നടത്തുവാൻ ഇറങ്ങിയിരിക്കുന്ന മോശയ്ക്ക് ദൈവം യോഗ്യതയൊക്കെ കൊടുത്തതല്ലേ? എന്നാൽ ദൈവം ഇപ്പം ചോദിക്കുകയാണ്, ദൈവത്തോട് ഇപ്പം മോശ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിനക്ക് എന്നോട് കൃപയുണ്ടാകണം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അപ്പോൾ എന്തുണ്ട്? വി ഹാവ് ടു നോ ദ വേസ് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഹല്ലേലൂയ ഇൻസിസ്റ്റിംഗ് ഇസ് us. നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരം പ്രവർത്തിക്കുവാൻ, വഴികളെ തുറക്കുവാൻ ആഗ്രഹിക്കുന്നോ അത് നാം ദൈവത്തോട് ചോദിക്കേണ്ടവരായിരിക്കണം. അവിടെ പറയുകയാണ്, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. The same side, hallelujah. നിനക്കെന്നോട് കൃപയുണ്ടാകുന്ന പ്രകാരം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ദൈവമേ, ഇന്ന് വൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ പറ്റും? ലോർഡ് ഹല്ലേലൂയ, ലോർഡ് ഐ നോ ഹല്ലേലൂയ, ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്ന വഴികളല്ല, ഇനിയും കർത്താവേ ഞാൻ മുന്നോട്ട് പോകേണ്ടത് വഴികളെ നിന്നെ ഹല്ലേലൂയ അറിയിപ്പാൻ അവൻ ഹാലിൽ അറിയിക്കുന്ന ദൈവമാണ്. ദിശകളെ തുറന്നു കാട്ടുന്ന ദൈവമാണ്. വഴികളെ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അറിയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി അവൻ അറിയിച്ചു തരുന്ന ദൈവമാണ്, അവൻ ഉപദേശിച്ചു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ആരാഞ്ഞറിയുവാൻ മോശയുടെ ജീവിതത്തിലും ഹല്ലേലൂയ വിവിധ ഘട്ടങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ, വിവിധ പ്രതിസന്ധികൾ തൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ നിരവധി പ്രതിസന്ധികൾ മുമ്പിലേക്ക്
കടന്നു വരുവാനിടയായി. എന്നാൽ അതിനകത്തൊക്കെയും വെളിപ്പെട്ടത് തികവുള്ള ദൈവത്തിൻ്റെ വഴിയാണ് വെളിപ്പെട്ടതെങ്കിൽ, ഇന്ന് പകൽക്കാലം അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് എന്നെ വഴി നടത്തുവാൻ ഒരുവനുണ്ട്, എന്നെ സഹായിപ്പാൻ ഒരുവനുണ്ട്. ഏത് വിഷയത്തിനകത്തും കർത്താവേ എനിക്ക് വേണ്ടി വഴികളെ തുറന്ന് എന്നെ ശുഭകരമായി നടത്തുവാൻ അവനെ കൊണ്ട് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വഴി കാണുവാൻ ഹൃദയംഗമായ ഒരാഗ്രഹം ഉണ്ടായിരിക്കണം, ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വഴി അറിയുവാൻ, ദൈവത്തിൻ്റെ വഴി അറിയുവാൻ ഹൃദയംഗമായി ഒരു വാഞ്ച നമ്മളിലേക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ ആ വാഞ്ച ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ വഴിക്ക് വേണ്ടി ഹാലിൽ ആഗ്രഹിക്കുന്ന മോശയെ പുറപ്പാട് പുസ്തകത്തിൽ കാണാം. ഇനി അതുമാത്രമല്ല, തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. വിത്ത് എ ലേണിംഗ് ഹാർട്ട്. ഞാനെല്ലാം തികഞ്ഞു, എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇനി എനിക്കൊന്നും ആവശ്യമില്ല, ഇനി എനിക്കൊന്നും ദൈവയുടെ ആവശ്യമില്ല, എനിക്കൊരു ആവശ്യവും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു ഹാർട്ടല്ല അവിടെ കാണാൻ സാധിക്കുന്നത്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുന്നത് വിത്ത് എ ലേണിംഗ് ഹാർട്ട്. ഐ ഹാവ് ടു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ ഈ ലോകത്തിൻ്റെ മുമ്പാകെ അനേക സ്റ്റഡികൾക്ക് ക്ലാസ്സുകൾക്ക് പോകാനുള്ളവരാണ്. എന്നാൽ നമ്മൾ ആ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കുവാൻ എന്ത് ചെയ്യും നാം വളരെയധികം. കാരണം അത് കഴിയുമ്പോൾ പെട്ടെന്നൊരു ക്വിക്ക് ടെസ്റ്റ് ഇടും. ക്വിക്ക് ലിസൺ ചെയ്ത് ഒരു അരമണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുണ്ട്, ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് അല്ലേ? ആ ടെസ്റ്റ് അവർ നോക്കും നമ്മളിത് വല്ലതും കെയർഫുള്ളി ലിസൺ ചെയ്തു തന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ദൈവജനത്തിൽ കൂടെ ദൈവത്തിൻ്റെ കരുതലുകളെ നമ്മുടെ മുമ്പ് വെളിപ്പെടുത്തുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഹൃദയത്തോടായിരിക്കണം? അപ്പാ, ഓ വിത്ത് എ ലേണിംഗ് ഹാർട്ട്, എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന ദൈവത്തോട് പറയുന്നെങ്കിൽ നിശ്ചയമായി അവൻ നമ്മളെ അതിനായി ഒരുക്കും, സഹായിക്കും. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ല, ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. എനിക്കൊരു പ്രത്യാശയേ ഉള്ളൂ, എനിക്കൊരു ധൈര്യമേ ഉള്ളൂ. ഞാൻ ദിവസം മുഴുവനും അങ്ങിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുവാനിടയായി തീരുമെന്ന് അവിടെ പൂർണ്ണമായ ഒരാശ്രയത്തിലേക്ക് വരികയാണ്. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. അതിനുശേഷമായി അവിടെ ചില വിശേഷപ്പെട്ട ക്വാളിറ്റികളെ പറ്റി 9 പറയുന്നുണ്ട്. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. those who have the humility, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയോടെ ദൈവവാദവിടത്തിൽ വന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാതു വരുമ്പോൾ, ദൈവശബ്ദത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ, ഇല്ല, അവൻ നടത്തുവാൻ മതിയായ ദൈവമാണ്. അതവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അവിടെ വരുന്നുണ്ട് 13-12 യഹോവഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ദൈവത്തിൻ്റെ വഴി അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് പറയാം. ദൈവത്തിൻ്റെ വഴിക്ക് വേണ്ടി നിൻ്റെ കാതിനെ കൊടുക്കുമ്പോൾ, ദൈവശബ്ദത്തിന് വേണ്ടി നിൻ്റെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിനക്കെന്തുണ്ടാകും? അതിനോട് ചേർന്ന് വരേണ്ട അവസ്ഥകൾക്ക് നീ പിന്നെ അന്വേഷിച്ച് നടക്കേണ്ട വരത്തില്ലെന്ന്. എന്താ ഇവിടെ വായിച്ചത്? അവൻ സുഖത്തോടെ വസിക്കും. ദൈവഹിതത്തിന് വേണ്ടി, ദൈവശബ്ദത്തിന് വേണ്ടി ഹൃദയത്തെ ഒരുക്കി കൊടുക്കുമ്പോൾ അവനെ സുഖത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവമുണ്ട്. അവസ്ഥകളുടെ നടുവിൽ കരുണ കാട്ടുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ അവൻ സുഖത്തോടെ വസിക്കും. 14 യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തൻ, യഹോവയുടെ സഖിത്വം.
ഒരുപാട് ലോകത്തിലുള്ള സഖികളെല്ലാം കൂടെ വന്ന് ചേർന്നിട്ടും ജീവിതത്തിൽ വേണ്ടുന്ന ആശ്വാസവും സമാധാനവും ലഭിക്കാത്ത അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരുപാട് സ്നേഹിതർ വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. എന്നാൽ നിൻ്റെ ഒരു അവസ്ഥ ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ, ഒരു ക്ഷീണത്തിലാകുമ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം പറഞ്ഞവരൊന്നും കാണത്തില്ല. എന്നാൽ കർത്താവിനോടൊന്ന് ചേർന്ന് നടന്നേ, ആശ്വാസം നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയാക്കും. ആ സഹിത്വം എന്ന് പറയുന്നത് ഹീസ് ലൈക്ക് എ ഫിയർലെസ് ഫ്രണ്ട്. എന്നെ ചതിച്ചിട്ട് എന്നെ കൈവിട്ട് പോകുന്ന ഒരു കൂട്ടുകാരനായിട്ടല്ല, എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് ഹാലലു കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്നെ പറ്റി ഹാലലുയ ഇപ്പോൾ നിന്നോട് ചേർന്ന് നിന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ അപവാദം പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടല്ല. റബല ഹദല, നിനക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു സ്നേഹിതനാണ് കർത്താവ്. അതനുഭവിച്ചറിയണം ജീവിതാന്തരങ്ങളിൽ. അല്ലാതെ നീ തപ്പി നടന്നാൽ അതെല്ലാം പാഴാണ്, അതൊക്കെ ശൂന്യമാണ്. കുറച്ചാൾ കഴിയുമ്പോൾ നിന്നെ പറ്റി ഇപ്പോൾ നല്ലത് പറയുന്ന സ്നേഹിതന്മാർ കുറച്ച് കഴിയുമ്പോൾ അവർ 10 അവർ 20 കഴിയുമ്പോൾ പറയും, ഇല്ല അവൻ ശരിയല്ലെന്ന് പറയും. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഹല്ലേലൂയ ദൈവാത്മാവി പറയുകയാണ്, ഈ കർത്താവിൻ്റെ സ്നേഹത്വം നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടാൽ, നിന്റെ കുടുംബത്തിൽ വന്നാൽ, നിന്നോട് ചേർന്ന് കർത്താവ് വന്നാൽ, നിനക്ക് എപ്പോഴും ആശ്രയിപ്പാൻ നല്ലൊരു സ്നേഹിതനുണ്ട്. He will never forsake you. He will never leave you. ഷാദാലമാന ഹദലദരദല റിഖലബാരബ. അല്ലാത്ത സ്നേഹിതന്മാർ കുറച്ച് കഴിയുമ്പോൾ നിന്നെ വിട്ടിട്ട് പോകും. പണം കുറയുമ്പോൾ വിട്ടിട്ട് പോകും. ശേഷി കുറയുമ്പോൾ വിട്ടിട്ട് പോകും. കാറിന്റെ വലിപ്പം കുറയുമ്പോൾ വിട്ടിട്ട് പോകും. ഷാമാന സിഖലബ ഹുഡബലബല ഹദരബലബലബ. നമ്മൾ ആരിലാ ആശ്രയിക്കുന്നത്? നമ്മൾ ആരിലാ ആശ്രയിക്കുന്നത്? ആരിലാ സന്തോഷിക്കുന്നത്? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഒരുമിച്ച് ആരാധിക്കാൻ പോകുക. ഇന്ന് കാലം ഒരു സമർപ്പണത്തിലേക്ക് വരിക. കർത്താവേ, ആരിലാ ആശ്രയിക്കുന്നത്? ആരിലാ നമ്മുടെ ആശ്രയം ഇരിക്കുന്നത്? ഓ യഹോവയുടെ സഹിത്വം. മനുഷ്യന്റെ സഹിത്വം എല്ലാം കൂടെ കിട്ടിയിട്ട്, മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കിട്ടിയിട്ട്, അപ്രൂവൽ എല്ലാം കൂടെ കിട്ടിയിട്ട്, സ്വർഗത്തിന്റെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ സ്വർഗം നമ്മളെ അപ്രൂവ് ചെയ്യട്ടെ. സ്വർഗം നമ്മളെ ഏറ്റെടുക്കട്ടെ. സ്വർഗം നിന്നെ ഏറ്റെടുക്കട്ടെ. സ്വർഗം നിന്നെ ഏറ്റെടുക്കട്ടെ. സ്വർഗത്തിന്റെ ജീവിതത്തെ ഏറ്റെടുക്കട്ടെ. സ്വർഗത്തിന്റെ അവസ്ഥകളെ ഏറ്റെടുക്കട്ടെ. ലോകത്തിലുള്ളവർ ഏറ്റെടുത്താൽ നാളെ അവര് പലതും പറയും. മനുഷ്യനൊക്കെ പരിമിതികളുണ്ട്. പകൽക്കാലം പരിധി കൂടാതെ നിന്നെ സഹായിക്കുന്ന ഒരു കരം ഈ പകൽക്കാലം ഇവിടെ ഉണ്ട്. നിന്നെ പരിമിതി കൂടാതെ കടന്നു വന്ന നിന്നെ ആശ്വസിപ്പാൻ കഴിയുന്നൊരു ഹല്ലേലൂയ നല്ല സ്നേഹിതൻ. അവൻ പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരു പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആരാധിക്കട്ടെ. ഒരു പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമായിരിക്കും, എന്നാൽ മുറിയപ്പെടാത്തത് കർത്താവിനുള്ള ബന്ധമോ? ആശ്രയിച്ചവർ തക്ക സമയത്ത് കരുതാമെന്ന് പറഞ്ഞവർ, തക്ക സമയത്ത് ഉയർത്താമെന്നവർ അനേകരും മാറിപ്പോകും. കാലം മുറുകെ പിടിക്കേണ്ടത് കർത്താവിനെയാ. മുറുകെ പിടിക്കേണ്ടത് കർത്താവിനെയാ. മറ്റൊന്നിനെ മുറുകെ പിടിച്ചിട്ട് കാര്യമില്ല. യഹോവയുടെ സഹിത്വം. ഇതുപോലെ സഹിത്വമുണ്ടോ? യഹോവയുടെ സഹിത്വം. Am I close to him? Am I close to him? Am I close to him? Am I doing his will in my life? And throughout my life I have to do his will.
ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം, സമർപ്പിച്ചു കൊടുക്കാം. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കർത്താവേ, നിന്നിലാണോ ആശ്രയം? നിന്നിലാണോ കർത്താവേ? ഞങ്ങൾ പലപ്പോഴെങ്കിലും ഞങ്ങൾ കർത്താവേ മറ്റു പലരും ഞങ്ങൾ ആശ്രയിച്ചു പോയിട്ടുണ്ട്. ഇന്ന് പോലെ കാലമില്ല, ഇല്ല, ദൈവത്തിൽ തന്നെ ആശ്രയം വെക്കുക, അവനിൽ തന്നെ പ്രത്യാശ വെക്കുക. നിന്റെ കാര്യങ്ങളെ നിറവേറ്റി തരുവാൻ അവൻ മതിയായ ദൈവമാണ്. നിന്റെ വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് ഇറക്കി വെക്കുക, നിന്റെ ഭാരങ്ങളെ ദൈവസ്ഥലിൽ ഇറക്കി വെക്കുക. അവൻ ഗൈഡ് ചെയ്യാൻ മതിയായ ദൈവമാണ്. ശൂന്യമായി പോയ ചില അവസ്ഥകളുണ്ട്, ഫലം കാണാതെ പോയ ചില അവസ്ഥകളുണ്ട്, ഇല്ല, അതിനെ ഇറക്കി വെക്കുക. ദൈവസ്ഥലി പകരപ്പെടുക, അത് ഫലം കാണാതെ പോകത്തില്ല. ഹന്ന ദൈവസന്നിധിയിൽ പകർന്നു. എന്തെങ്കിലും നഷ്ടമുണ്ടായോ? 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 ദൈവസന്നിധിയിൽ നീ പകരാൻ വന്നാൽ, ആരാധിക്കാൻ വന്നാൽ, സ്തുതി കരേറ്റാൻ ദൈവസന്നിധിയിൽ നീ ആരാധിച്ചാൽ, അന്ന ദൈവത്തിനെ പകർന്നു 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 പകർന്നു. ദിവസങ്ങൾ പകർന്നുകൊണ്ടിരുന്നു, ദിവസങ്ങൾ പകർന്നു. അവിടെ ഭാഷ ആർക്കും പിടികിട്ടിയില്ല, അവരുടെ സംസാരം ആർക്കും മനസ്സിലായില്ല, അവരുടെ വേദന ആർക്കും പിടികിട്ടിയില്ല. ഇന്ന് പകൽ പകരാൻ തയ്യാറാണോ? ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? നിന്നെ തന്നെ കൊടുത്താൽ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ അവൻ മതിയായ ദൈവമാണ്. പകർന്നു പകർന്ന് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ ഭാഷ, അവിടെ വായിലെ സംസാരങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല. അവിടെ ഹൃദയത്തിൽ വേദന ദൈവത്തിനെ പകരുക. പകർന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ദൈവത്തിൽ വെളിപ്പെടുക. പിന്നെ അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ വിഷയത്തിന് മറുപടിയായിട്ട് അവൾ എഴുന്നേറ്റത്, അവിടെ വിഷയത്തിന് മറുപടിയായിട്ട് അവൾ എഴുന്നേറ്റത്, വിഷയത്തിന് മറുപടിയായിട്ട് അവൾ എഴുന്നേറ്റത്, വിഷയത്തിന് മറുപടിയായിട്ട് അവൾ എഴുന്നേറ്റത്. കരഞ്ഞ ഹന്നായെ സ്വർഗം ആദരിച്ചെങ്കിൽ കരയുന്ന കുടുംബമേ, നിലവിളിക്കുന്ന കുടുംബമേ, എന്റെ വിഷയത്തെ ആദരിക്കാതെ അവൻ പോകത്തില്ല. പ്രാർത്ഥിച്ച വിഷയമൊന്നും ഫലം കാണാതെ പോയില്ല. ദൈവപ്രവൃത്തി കണ്ടു, ദൈവപ്രവൃത്തി കണ്ടു. പകരുന്നത് നിർത്തിക്കളയരുതേ, ദൈവസന്നിധിയിൽ പകരുന്നത് സ്റ്റോപ്പ് ചെയ്യരുതേ. അവരവരും പറയുന്നത് കേട്ടോണ്ട് പ്രാർത്ഥന നിർത്തരുതേ, ഉപവാസം നിർത്തരുതേ, ദൈവസന്നിധിയിൽ പകരുന്നത് നിർത്തരുതേ, നിർത്തരുതേ. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്.